ഞങ്ങൾ മുമ്പ് ഇവിടെ വരുമ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുതിലേക്ക് കളിച്ച് കിടക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു പോക്കറ്റ് ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു ടൂ വീലർ പോവാം അതുപോലത്തെ വഴിയായിരുന്നു ഇവിടം വരും. അത് മഴയാണെങ്കിൽ പോയി വീലെല്ലാം ആ ചെളിക്കുണ്ടിൽ പൂണ്ട് പിന്നെ നമുക്ക് ചവിട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ആളുകൾ സ്ലിപ്പായി വീഴാനൊക്കെ ഭയങ്കര മോശം അവസ്ഥയായിരുന്നു ഇവിടെ. പിന്നെ കൗൺസിലറിൻ്റെ പ്രവർത്തന രീതി കൊണ്ടും പിന്നെ ഫണ്ട് മൊത്തത്തിൽ കൗൺസിലർ അടിപൊളിയായിട്ട് പ്രവർത്തിച്ചു തന്നെ എല്ലാ സ്ഥലവും. ഇപ്പോൾ പോളക്കണ്ട് പോകണമെങ്കിലും നമ്മളെ മാർക്കറ്റ് പിന്നെ ഇവിടുത്തെ ഒരു കനാലുണ്ട്, അവിടുത്തെ എല്ലാം ക്ലീനാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം പക്കയായിട്ടാണ് അവർ ചെയ്തു പോകുന്നത്. പിന്നെ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കൗൺസിലറും കൂടി നമ്മൾക്ക് കിട്ടിയേക്കണം. നമ്മുടെ 24-ാം ഡിവിഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഒരു മോശമായ ഒരു റോഡായിരുന്നു ഈ വട്ടമാക്കൽ റോഡ്. വട്ടമാക്കൽ പകുതി വരെയും നമ്മൾ റോഡാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലം നമുക്കൊരു 13.5 സെൻറ്റ് സ്ഥലം 2014 നമ്മളെടുത്തു. അത് വെളിപ്പറമ്പിൽ ബിജു എന്ന് പറഞ്ഞാൽ അവർ പിന്നെ സുശീല എന്ന് പറഞ്ഞ അവരോടാണ് എടുത്തത് നമ്മൾ സ്ഥലം. അവർക്ക് പൈസ എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തൊക്കെ വെച്ചെങ്കിലും മെറ്റീരിയൽസ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചില ആളുകൾ സ്റ്റേ കൊടുത്തു. അതിനെ ചൊല്ലി ആ വർക്ക് അവിടെ പെൻഡിങ് ആയിപ്പോയി. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രാവശ്യം ഇത്തവണ കയറിയതിന് ശേഷം ഇത്തവണത്തെ ആദ്യത്തെ ജനകീയാസൂത്രണ ഫണ്ടും ഓൺ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ റോഡ് ഇങ്ങനെ അല്ലായിരുന്നു. കാരണം ആ സൈഡ് നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വഴി ഉണ്ടായത്. 2 വശം ചെള്ളക്കുഴിയായിട്ട് ചെറിയൊരു ഇടവഴി പോലെ കടന്നു വെച്ചതാണ്. അത് നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ ഇത്രയും വീതിക്ക് 7.20 ഉണ്ട്. ഇത് 7 മീറ്റർ 20 സെൻറ്റിമീറ്റർ ഉണ്ട്. അത്രയും റോഡിനുള്ള സ്ഥലം എടുത്ത് നമ്മളിപ്പോൾ ഈ രീതിയിൽ ഈ റോഡ് ചെന്നിട്ട് നേരെ KR ജോൺ റോഡും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ജനതാ റോഡുണ്ട്. ജനതാ റോഡിൻ്റെ അവിടെ ആ ഭാഗത്ത് ഒരു ബ്ലോക്കായിരുന്നു. അവിടെ പണ്ട് ഒരു സ്ഥലതർക്കമൊക്കെ വന്ന് കോർപ്പറേഷൻ ഒരു ബാത്റൂമൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങളായിരുന്നു അത്. കുറേ വർഷങ്ങളായിട്ട് അതങ്ങനെ കിടക്കണമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ബാത്റൂം നമ്മൾ ഒഴിവാക്കി റോഡിന് വീതി കൂട്ടി അവിടെ ഇതിപ്പോൾ ഈ റോഡ് പോയാൽ ജനതാ റോഡ് വരും മുട്ടുന്ന രീതിയിൽ ഈ ഒരു ടൈമിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രദേശവാസികൾക്ക് ഒരു ശാപമോഷം കിട്ടാത്തൊരു റോഡായിരുന്നത്. ഇപ്പം കണ്ട നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാറുകൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ പോലും ഇത്രയും വീതികളാണ് ആ റോഡിനുള്ളത്. നോർത്ത് സൗത്ത് മൂലംകുഴി BMNVC റോഡ് ആയിട്ട് ചെയ്തു. അതോടൊപ്പം പിന്നെ കുറേ അപ്പുറത്ത് ചൂലെഴുത്ത് ഭാഗത്ത് കൈരളി റോഡ്, വഞ്ചനാട് കൈരളി റോഡ് അതിന് വീതി കൂട്ടി പിന്നെ ടൈൽ ചെയ്തു. അതുപോലെ തന്നെ ചൂലെഴുത്ത് ഭാഗത്തേക്കുള്ള റോഡുകൾ കുറേ അധികം റോഡുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാലൊരു 10-12 റോഡുകൾ നല്ല രീതിയിൽ ചെയ്തു പോകാൻ നമുക്ക് സാധിച്ചു. മാഡത്തിനെ കുറിച്ച് നല്ലതല്ലാണ്ട് ഒന്നും പറയാനില്ല. ഞാൻ എന്താവശ്യപ്പെട്ടാലും ഞാനെന്നല്ല ആരാ എന്താവശ്യപ്പെട്ടാലും പിന്നെ വാന്ന് പറയില്ല. എന്ത് കാര്യവും അത് അപ്പം തന്നെ ചെയ്തു തരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഇത്രയും കൗൺസിലേഴ്സ് ഉണ്ടായിട്ട് ഞാൻ ആരുടെ ഞാനിങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു വ്യക്തി, നല്ല എന്ത് കാര്യവും ചെയ്യാൻ പ്രാപ്തിയുമുണ്ട്, ചെയ്യാനുള്ള മനസ്സുമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ റോഡ് തന്നെ കാണാം, എന്ത് കിടപ്പായിരുന്നു ഈ റോഡ്. എത്ര പാർട്ടിക്കാർ വന്നു, ഒന്നും നടന്നില്ല. അറ്റ് ലാസ്റ്റ് ശൈല മാഡമാണ് ഇത്രയും ഇതാക്കി ബ്രോഡാക്കി ഇത്രയും ക്ലീനാക്കി എടുത്തതും. എന്ത് ആവശ്യം പുല്ല് വരെയും റോഡ് സൈഡിൽ ഒരു പുല്ല് പോലും പിടിപ്പിക്കില്ല. പുല്ലെല്ലാം വെട്ടിപ്പിച്ച് പുല്ല് പിടിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ ആളെ വിട്ട് കഴിഞ്ഞ്. അങ്ങനെ എന്ത് കാര്യത്തിലും ഐ റെസ്പെക്റ്റ് ആൻഡ് ഞാൻ അത്രമാത്രം ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അത്രമാത്രം ഞാൻ അവരെ ഇതാക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ അത്രമാത്രം ഞാൻ അനുമോദിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് തീരദേശം
തീരദേശത്ത് പറയാനാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വഴികളാണ് നമുക്ക് തീരദേശത്തേക്ക്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. തീരദേശത്തെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പങ്ങാമുക്ക് തുടങ്ങി അങ്ങോട്ട് വടക്കോട്ടുള്ള റോഡുകളുടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കുരിശുവരുടെ അവിടെ നിന്ന് പടിഞ്ഞോട്ടുള്ള റോഡ്, അതിൻ്റെ ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് വഴികളും ടൈല് ചെയ്തും കോൺക്രീറ്റ് ചെയ്തും പല രീതിയിൽ ഉള്ള വർക്കുകൾ ആൾക്ക് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് എല്ലാം ഇത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 2010 ഞാൻ കൗൺസിലറായിട്ട് വരുന്ന സമയത്ത് ശരിക്കും എത്രയോ വെള്ളത്തിലാണ് നമ്മൾ നീന്തി ഈ പറയുന്ന വീടുകളിലും അതുപോലെ തന്നെ ആളുകളുമായിട്ടൊക്കെ ഇടപഴകാനായിട്ട് നമുക്ക് എത്തപ്പെടാൻ പറ്റൂലായിരുന്നു. അങ്ങനത്തെ ഒരു മേഖലയായിരുന്നു വട്ടമാക്കൽ. ഈ മൂലംകുഴി എന്ന് പറഞ്ഞാൽ ശരിക്കും പേര് പോലെ തന്നെ ഒരു വെള്ളക്കുഴിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തുന്ന വെള്ളം ഇറങ്ങിപ്പോകുന്ന ആ ഒരു സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. തോടുകളെല്ലാം ക്ലീൻ ചെയ്തു. കാണകളാണെങ്കിലും നമ്മൾ എല്ലാ വർഷവും അത്യാവശ്യം കാണകളെല്ലാം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. വട്ടമാക്കൽ തോട് ക്ലീൻ ചെയ്ത് അവിടെ നമ്മളുടെ ഒരു പ്രവർത്തകനുണ്ടായി, OP സെബാസ്റ്റ്യൻ എന്ന് പറയും. സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ സ്ലാബിട്ട്, കാരണം തോടും റോഡും ഒന്നിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ റോഡ് ഏതാണ് ഏതാണെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. അതിനെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് വീതിയുള്ള സ്ലാബ് ഇട്ടുകൊണ്ട് ആ ഭാഗം ക്ലിയർ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ കൽബട്ട് പണിതു. മാങ്കായി റോഡ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഈ കുരിശുവര കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു മാങ്കായി റോഡാണ്. ആ റോഡിൽ ഒരു കൽബട്ട് പൊക്കി പണിതുകൊണ്ട് അവിടെ നിന്നുള്ള നീരൊഴുക്ക് സുഗമമാക്കാൻ നമുക്ക് ആ വർക്ക് കൊണ്ട് സാധിച്ചു. ഏകദേശം ഒരുതപ്പെട്ട വെള്ളക്കെട്ടിൻ്റേതായിട്ടുള്ള വർക്കുകളും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ ഈ ഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ഡിവിഷനാണ്. ഇതിൻ്റെ നമ്മളുടെ കഴുത്തുമുട്ട് ഭാഗം കൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ പോളക്കണ്ടം മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റി. മാർക്കറ്റിലെ എല്ലാ ഷീറ്റെല്ലാം മാറ്റി, ഷട്ടർ മാറ്റി, അതുപോലെ തന്നെ ടൈല് ചെയ്തു. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കാണകളെല്ലാം രണ്ടാമത് പൊളിച്ച് പണിത് നമ്മൾ ക്ലിയർ ചെയ്തു. ആദ്യത്തെ വർഷം തന്നെ നമ്മൾ കയറിയിട്ട് ആദ്യത്തെ വർഷം തന്നെ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് കറണ്ടും വെള്ളവും എല്ലാം നമ്മൾ കൊടുത്ത് അത്യാവശ്യം മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്ന ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ബഡ്സ് സ്കൂളാണ്. കൗൺസിലർ ശ്രീമതി ഷൈല തദയൂസ് അവരുടെ ആ ഒരു പ്രയത്നം കൊണ്ട് നമ്മുടെ ഈ മൂലംകുഴിയുടെ തന്നെ മുഖച്ഛായ മാറ്റിയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്തെ റോഡുകളെ സംബന്ധിച്ചാണ്. വളരെ കാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന പല റോഡുകളും ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ പുതുക്കിപ്പണിത് നല്ല സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ബോധാനന്ദൻ റോഡ്, ചെസ്സി റോഡ്, ഈ സൈസ റോഡ്, പിന്നെ ഈ മൂലംകുഴി നോർത്ത് മൂലംകുഴി, സൗത്ത് മൂലംകുഴി റോഡ്, ഈ പള്ളിക്ക് കിഴക്ക് വശമുള്ള ഒരു റോഡ്, ഇതെല്ലാം ഈ അടുത്ത കാലത്ത് ഈ ഷൈല തദയൂസിൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം പുതുക്കിപ്പണിത റോഡുകളാണ്. ഈ പ്രദേശം ഒരു കാലത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ പറയുന്ന റോഡിലും ഈ സൈസ റോഡിലും എല്ലാം വെള്ളപ്പൊക്കം സ്ഥിരം പതിവായിരുന്നു. വട്ടമാക്കൽ സൈഡ് മുതലിട്ട് ആ ഭാഗത്തെ കാണകളെല്ലാം പുതുക്കി പണിതു. അവിടെ ആവശ്യത്തിനുള്ള ആ ഒരു നീരൊഴുക്കിനുള്ള സൗകര്യങ്ങളുണ്ടാക്കി. ഇപ്പോൾ ഈ പ്രദേശത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, വെള്ളപ്പൊക്കം ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറയാവുന്നത് മറ്റ് പല പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അത് കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് റിമൂവൽ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത്. അങ്ങനെയുള്ള ചില പ്രത്യേകം പറയപ്പെടുന്ന ചില പരിപാടികളാണ് ഈ കൗൺസിലർ ഈ കഴിഞ്ഞ 5 കൊല്ലങ്ങളിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന പ്രവർത്തനങ്ങൾ, അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അതനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽക്കുള്ളിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ 2014-15 നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്ത് വെച്ച
അപ്പോൾ അന്ന് ഏകദേശം കുട്ടികളെയൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നത്തെ 5 വർഷം നമ്മൾ ഭരണം പോയി അടുത്ത കൗൺസിലർ വന്നെങ്കിലും നമുക്ക് ഇതിന് വേറെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമ്മൾ കയറിയതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് തുടർ പ്രവർത്തനങ്ങളുമായിട്ട് പോയി. ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ള ബഡ്സ് സ്കൂള് കുട്ടികളെ ഇതിലേക്ക് ചെയ്യാൻ നമുക്ക് പഠനം ചെയ്യാനായിട്ട് സാധിച്ചത്. കാരണം ഇവിടെ നമ്മൾക്ക് ടീച്ചർ ഗവൺമെൻറ് തലത്തിലുള്ളതാണ് ഇവിടുത്തെ ടീച്ചർ. അതുപോലെ തന്നെ ഒരു ടീച്ചറും ഒരു ആയയുമാണ്. 25 പിള്ളേരോളം ഉണ്ട് നമുക്കപ്പോൾ കുറച്ച് വർക്കും കൂടി ഇവിടെ തീർക്കാനുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ 13 പിള്ളേരാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ. അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടുന്ന എക്സസൈസ് മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്കുള്ള ഫുഡ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കോർപ്പറേഷൻ വഴി തന്നെയാണ് ചെയ്തു കൊടുക്കാനുള്ളത്. അതെല്ലാം ഇപ്പോൾ ആരംഭം എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ തീർക്കാനുണ്ട്. കോർപ്പറേഷൻ്റെ കീഴിൽ പടിഞ്ഞാറൻ കൊച്ചിയിൽ ഉള്ള ഏക ബഡ്സ് സ്കൂളാണിത്. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ എല്ലാ ഡിവിഷനുകളിലും ഉള്ളതാണ്. മറ്റ് നമ്മളെ ഡിവിഷൻ മാത്രമല്ല 18 വയസ്സിന് മേലെയുള്ള കുട്ടികളെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ 18 വയസ്സിന് മേലെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഡിവിഷനിൽ 2 കുട്ടികളൊക്കെ വരും, ചിലപ്പോൾ ഒരു ഡിവിഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇപ്പോൾ 25 പേരുടെ ലിസ്റ്റ് നമ്മളിപ്പോൾ എടുത്തിട്ട് ആ 25 കുട്ടികളാണ് ഇപ്പോൾ ഇതിലേക്ക് വരുന്നത്. അവർക്ക് ആവശ്യമായ യൂണിഫോം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേണ്. ഇപ്പോൾ അടുത്തതിന് ഇനിയിപ്പോൾ ഇവരുടെ മറ്റ് പരിപാടികൾ, കലോത്സവം പോലെയുള്ള പരിപാടികൾ വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തണേണ് അവർ. പിന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവരെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 പ്രാവശ്യം ഇപ്പോൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത്. അവർക്ക് മെട്രോയിൽ സഞ്ചരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടികൾക്ക്. പിന്നെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നേരത്തെ ആദ്യം കൗൺസിലറായിരുന്നപ്പോൾ തുടങ്ങി എൻ്റെ മനസ്സിലൊരു മോഹമുണ്ട്. കാരണം ഇതുപോലെയുള്ള കുട്ടികളുടെ അമ്മമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് സമയമെങ്കിലും ആ കുട്ടികളെ നമ്മളിലേക്ക് വിട്ട് കിട്ടുന്ന അവർക്ക് അത്രയും ഒന്ന് ഫ്രീ ആകാൻ സാധിക്കും. കാരണം ഈ കുട്ടികൾ ആ അമ്മമാർക്ക് ആ കുട്ടികൾ അവിടെ ഉള്ളപ്പോൾ അവർക്ക് ഒരു കാര്യത്തിനും പോകാൻ പറ്റാത്തൊരു അവരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കുറേയധികം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഓർക്കും രാവിലെ ഒരു 9 മണി തുടങ്ങി വൈകുന്നേരം 4 മണി വരെയാണ് ഇവരുടെ സമയം. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 2 മണിക്ക് വിടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവർക്ക് കുറേയധികം കഴിവുകളുള്ള കുട്ടികളാണ്. നമ്മൾ ഓർക്കും അയ്യോ ഇവരെന്തെങ്കിലും ചെയ്യുമോ, പക്ഷെ അതല്ല, ഇവരെന്ത് കാണിച്ചു കൊടുത്താലും അവരതുപോലെ ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്വയം തൊഴിൽ പരിശീലനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് ഞങ്ങൾ. കാരണം ഇവിടെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് നാളെ ഒരു വരുമാന മാർഗം കൂടി ആകണം. ആ രീതിയിലേക്കാണ് അവരുടെ വിദ്യാഭ്യാസത്തിലുപരി അവരിപ്പോൾ 18 വയസ്സ് വരെ രക്ഷ പോലെയുള്ള സ്കൂളുകളിൽ പഠിച്ച പിള്ളേരാണ്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അവർക്ക് ഇനി ഇവിടെ അവർക്ക് ആവശ്യം അവരെ ഒന്ന് സ്വയം പര്യാപ്തതയിലെത്തിക്കുക, അവരെ സ്വന്തമായിട്ടൊരു വരുമാനം അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റേ ബാഗുകൾ തയ്ക്കുന്ന, അതുപോലെ തിരിയുണ്ടാക്കുന്ന യൂണിറ്റ്, അങ്ങനെയുള്ള യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേയും കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഈ ബഡ്സ് സ്കൂള് ഇവിടെ കൊച്ചിയിൽ തന്നെ നല്ലൊരു സ്കൂളായിട്ട് നമ്മൾ കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ്. ഇത് നമ്മളുടെ PHSC അത് തന്നെ നമ്മൾ 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അതിന് ശേഷം ഇത് കുറേ കൂടിയൊക്കെ വിപുലപ്പെടുത്തി ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾക്ക് വന്നതിന് ശേഷം ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ മെഡിക്കൽ ഓഫീസർ ഉണ്ട്, ഡോക്ടർ, അതുകൂടാണ്ട് പീഡിയാട്രിഷ്യൻ ഉണ്ട്, ഡെന്റിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ സൈക്യാട്രി ഉണ്ട്, മാസത്തിലൊരിക്കൽ സൈക്യാട്രി ഉണ്ട് ഒരു ദിവസം, അതുപോലെ തന്നെ ഐ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ ഡോക്ടേഴ്സും ഇവിടെ ഉണ്ട്. കൂടാണ്ട് എല്ലാ ടെസ്റ്റുകളും ഇവിടെ ഫ്രീ ആണ്. അതായത് ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും അതുപോലെ കൊളസ്ട്രോള്, കിഡ്നി ഫങ്ഷനിങ്, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്.
പ്രായമായ ആളുകൾ കൂടുതലും ഇവിടെ വന്ന് കാണുന്നു എന്നുള്ളത് കാരണം ഫ്രീ ആണ് ഇവിടുത്തെ സേവനം. ഇവിടെ ഇപ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും രാവിലെ വന്നാൽ വേഗം ടെസ്റ്റ് ചെയ്ത് പോകാം. അവർക്ക് അവരുടേതായിട്ടുള്ള പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു അസുഖം വന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് അവർക്ക് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള അവർക്ക് എല്ലാ രീതിയിലുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനവും ഇവിടെ കിട്ടുന്നുണ്ട്. അതുതന്നെ എന്നെ സംബന്ധിച്ച് പ്രായമായ ആളുകൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അതുതന്നെയാണ് നമ്മളുടെ മനസ്സിന് സന്തോഷം ഉളവാക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം ഒരു ദിവസം എങ്ങനെ 160-200 OP ഇവിടെ വരാറുണ്ട്. പിന്നെ ഡോക്ടർമാരുടെ സേവനം അനുസരിച്ചാണ് ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ രാവിലെ ഇവിടെ 9:30 തുടങ്ങി ശരിക്കും വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ ടൈം പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം വന്നാലും ഇവിടെ ഇപ്പോൾ ഒരു രോഗി ഉച്ചയ്ക്ക് ശേഷം വന്നാലും അവർക്ക് കാണിച്ച് പോകാം. പിന്നെ നമ്മുടെ ഡിവിഷൻ മാത്രമല്ല, ഇവിടെ 5 ഡിവിഷനെ ആസ്പദമാക്കിയാണ് ഈ PHC ഉള്ളത്. പക്ഷേ ഇവിടെ ചെല്ലാനം, കുമ്പളങ്ങി, കുണമാലി തുടങ്ങിയുള്ള ആളുകൾ വരെയും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മുറ്റത്ത് ഇപ്പോൾ കരുവേൽപ്പടി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ആശുപത്രിയിലോ ഇത്രയും തിരക്കുള്ളിടത്തുനിന്ന് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാം. നമ്മളുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഒരു PHC ഉള്ളത് കൊണ്ട് ആളുകൾക്ക് വളരെയധികം എന്താ പറയുക സൗകര്യപ്രദമാണ് എന്നുള്ളതാണ്. അതിലും നമുക്ക് മറ്റ് വികസന പ്രവർത്തനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള എനിക്കുള്ള സന്തോഷം അതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പുറത്തോ പറഞ്ഞ് ബഡ്സ് സ്കൂളാണെങ്കിലും അതുപോലെ ഇവിടെയുള്ളത്. അതുപോലെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അതായത് 60 വയസ്സിന് മേളിലുള്ള അമ്മമാരുടെ ഒരു ഗ്രൂപ്പ്. ആ അമ്മമാരുടെ ഗ്രൂപ്പ് വയോജന ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാസത്തിലൊരിക്കൽ ഞങ്ങൾ കൂടും. വേറെ ഒന്നുമല്ല, അവരുമായിട്ടൊന്ന് ആർത്തുല്ലസിച്ച് പാട്ടുപാടി ഡാൻസ് കളിച്ച് അവരോടൊപ്പം കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ കൗൺസിലറായിട്ടല്ല അവരുടെ കൂടെ ഉള്ള ഒരാളായിട്ട് അവരോടൊപ്പം നിന്ന് സന്തോഷിച്ച് അവരെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകും. അവർക്ക് വാട്ടർ മെട്രോ കയറണമെന്ന് പറഞ്ഞു. അവർക്ക് അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോ പോയി. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി പോയി. പിന്നെ വൈറ്റിലയിൽ നിന്ന് കാക്കനാടേക്ക് അവരെ കൊണ്ടുപോയി വയോജനങ്ങൾ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ സമൃദ്ധിയിൽ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് മറൈൻ ഡ്രൈവിൽ വന്ന് ബോട്ടിങ്ങിന് പോയി. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കുറേ പ്രായമായ ആളുകൾ വീട്ടിലെന്ന് പറയുമ്പോൾ അവർ ഒരു സന്തോഷവും ഇല്ലാണ്ടിരിക്കുന്ന അവരവരുടെ വീട്, കുടുംബം, കുട്ടികൾ അതിനപ്പുറത്തേക്ക് പുറത്തേക്കുള്ള ലോകം അവർക്ക് കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ അമ്മമാരോട് പറയും, നിങ്ങൾ എല്ലാം മറന്ന് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ഉല്ലസിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വികസനത്തെക്കാളുപരി മറ്റ് ആളുകളുടെ മനസ്സിന് മാനസിക സന്തോഷം കിട്ടുന്ന രീതിയിൽ അവരോടൊപ്പം പങ്കാളിയായി ചേർന്നുകൊണ്ട് നമ്മൾ അവർക്കൊപ്പം നിന്ന് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കാറില്ല. നമുക്ക് 4 അംഗൻവാടികളാണ്. 4 അംഗൻവാടി, 2 മൂലംകുഴിയിലും 2 ഇവിടെ. നമുക്ക് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ ഗവൺമെൻറ് സ്കൂളുകളില്ല ഇവിടെ. ഈ ഡിവിഷനിൽ ഗവൺമെൻറ് സ്കൂളുകളില്ല. ഒന്ന് നമ്മളുടെ സൗദി 4ാം ക്ലാസ് വരെയുള്ള ഒരു UP സ്കൂൾ മാത്രമാണ്, LP സ്കൂൾ മാത്രമേ ഉള്ളൂ. സൗദി സ്കൂൾ, സെൻറ്റ് ആൻ്റണീസ് സ്കൂള്. അതോടൊപ്പം തന്നെ പിന്നെ ലോറേറ്റോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂള്, അത് എയ്ഡഡ് സ്കൂളാണ്. പിന്നെ നമുക്കുള്ളത് ഈ പറയുന്ന 4 അംഗൻവാടികളാണ്. കോർപ്പറേഷൻ്റെ ആനുകൂല്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ഈ അംഗൻവാടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള അവർക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, കുട്ടികൾക്ക് വേണ്ടുന്ന കളി ഉപകരണങ്ങൾ, അതുപോലെ മാറ്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മാറ്റുകൾ, അങ്ങനെയുള്ള എല്ലാ ഇതും ഈ 4 അംഗൻവാടികളിലും മറ്റ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അംഗൻവാടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കടന്നു വരാൻ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ സ്കൂളുകളിപ്പോൾ മറ്റ് ഡിവിഷനുകളിലെ പോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമേ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളുകൾ നമുക്ക് ഈ ഡിവിഷനിലില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബഡ്സ് സ്കൂളുണ്ട്, 4 അംഗൻവാടികളുണ്ട്. പിന്നെ ഈ ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇവർക്ക് പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലൊരു ബിൽഡിംഗ് ഉണ്ട്, പാലിയേറ്റീവിൻ്റെ പ്രവർത്തനമാണ് ആ ബിൽഡിങ്ങിൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാ ബുധനാഴ്ചകളിലും ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളുടെ കുത്തിവയ്പ്പുണ്ട്.
അതുപോലെ തന്നെ ഗർഭിണികളുടെ കുത്തിവയ്പ്പ്. 5 ആശാ വർക്കർമാരുണ്ട് ഇവിടെ. ഈ 5 ആശാ വർക്കർമാരും കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് വളരെയധികം ആശാ വർക്കർമാരുടെ സേവനം നമുക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവർക്ക് ആവശ്യമായ രോഗികൾക്ക് ആവശ്യമായ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടെന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആശാ വർക്കർമാർ വഴിയാണ് ഈ മരുന്നുകൾ കൊടുത്തിഴക്കുകയും അവരൊക്കെ ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ആശാ വർക്കർമാർ. അതുപോലെ കോവിഡ് കാലത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് കുറേ രോഗികൾക്ക് നമ്മൾക്കൊരു ഇവിടെ ഒരു 10-40 പേർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അസുഖബാധിതരായി കിടന്നിരുന്ന ആളുകൾക്കും അതുപോലെ അവർക്ക് കൊടുക്കേണ്ട മരുന്ന് കാര്യങ്ങൾ ഇതിന് അതുപോലെ വാക്സിൻ കൊടുത്തപ്പോഴത്തേക്കും എല്ലാവരുടെ ഇവിടെയുള്ള ആളുകളുടെ സഹകരണവും അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ സഹകരണവും ADSൻ്റെ സഹകരണവും ഒക്കെ നമുക്ക് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടി. അത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് അവരെല്ലാം. ഇനിയും മുന്നോട്ടുള്ള ഇതിലും അവരെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം ഉണ്ട് ആശാ വർക്കർമാർ. അതുപോലെ തന്നെ പാലിയേറ്റീവ് നേഴ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് പിന്നെ പാലിയേറ്റീവ് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ പോയി അവർക്ക് യൂറിൻ ട്യൂബ് മാറ്റാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പാലിയേറ്റീവിൻ്റെ നേഴ്സുമാരും അല്ലെങ്കിൽ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ ചെല്ലും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വീണോ എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ വീൽ ചെയറുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കരുവേൽപ്പടി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അത് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് ഒരു റൊട്ടേഷൻ ആ സംഭവം തിരിച്ച് നമ്മൾ വാങ്ങിച്ച് അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഒക്കെ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ഇവിടെ ഈ ഡിവിഷനിൽ നടന്നു പോകുന്നുണ്ട്. എന്ത് കാര്യം ഏത് സമയത്തും എത്ര ഉറക്കപ്പുറത്തും ചെന്ന് പറയാൻ പറ്റിയൊരു കൗൺസിലറാണ്. വർഷങ്ങളായി അറിയാനാണ് എന്ത് കാര്യവും പറ്റില്ലെന്നൊരു കാര്യം വേണ്ട. എൻ്റെ വീടിൻ്റെ ലോൺ തന്നെ എനിക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് പാസ്സാക്കി തന്നാണ്. ഇപ്പോഴെങ്ങും അല്ല, 10 വർഷം മുമ്പ്, ഇതിക്ക് മുമ്പ് കൗൺസിലറായിരുന്നപ്പോൾ. മാറണം എന്ന് പറഞ്ഞപ്പോൾ 1 മാസം ഉള്ളതെന്ന് ഇപ്പം ഞാൻ ചോദിക്കണേന്ന് എത്ര നാളും. അപ്പോൾ ഒരു വിഷമം, 1 മാസവും കൂടി ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ. ഈ റോഡ് ശരിക്കും ഞാൻ 2010 കൗൺസിലറായിട്ട് വരുന്ന സമയത്ത് 2 വശവും ആവണക്കാടാണ്. 2 വശവും ആവണക്കാടും കാടുമാണ്. ഒരു ചെറിയൊരു പാത പോലെ നടപ്പാത മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു റോഡാണ്. ആ സമയത്ത് തന്നെ ആ 5 വർഷം കൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഈ റോഡ് ടാർ ചെയ്തുകൊണ്ട് ഈ കാടുകളെല്ലാം വെട്ടിമാറ്റി ഇവിടെയൊക്കെ ഇപ്പം ചെയ്തതാണ്. അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് പക്ഷേ ഇന്നിപ്പോൾ ഈ റോഡ് വളരെയധികം നല്ല രീതിയിൽ നല്ല ലെങ്ത്താണ്. പോളക്കണ്ടം മാർക്കറ്റിൻ്റെ പുറകുവശം വരെയും ഈ റോഡുണ്ട്. അത് ഇത്രമാത്രമൊക്കെ ഭംഗിയാക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മളുടെ പാർക്ക് നവീകരണവും അവിടെ ഒരു വനിതാ ഓപ്പൺ ജിമ്മുമാണ്. ഇപ്പം അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ നമുക്കത് തീർക്കാൻ സാധിക്കും. ഈ ഡിവിഷനിൽ ശൈലാത്ത ദേവസ് ഒത്തിരിയേറെ വികസന പരിപാടികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് 95-2000 കാലഘട്ടത്തിൽ ഇതൊരു തോടായിരുന്നു. അന്ന് ജൂലി ടീച്ചർ കൗൺസിലറായിരിക്കുന്ന സമയത്ത് കൊച്ചിൻ കോർപ്പറേഷനിലെ എല്ലാ വേസ്റ്റുകളും മാലിന്യങ്ങളും ഈ ചവറുകളും ഇട്ട് ഇവിടെ നിന്ന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ മാർക്കറ്റിൻ്റെ ഈ കാന വരെയുള്ള റോഡ് ചവറിട്ട് നികർത്തി വളരെ ശോചനീയമായ ഒരു റോഡായിരുന്നു. വളരെ മോശമായിട്ട് ഇരുന്ന റോഡ് ശൈലയുടെ മുൻകാലത്ത് പ്രവർത്തനങ്ങൾ നടത്തി അതിൽ കുറേ വർക്കുകൾ ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഈ 5 വർഷത്തിൽ ഒത്തിരിയേറെ വർക്കുകൾ ചെയ്ത് ഇവിടുന്ന് കുണ്ടും കുഴിയും മുഴയുമായിരുന്നു. ഇവിടുന്ന് ഒരുപാട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ മല പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു റോഡായിരുന്നു. അത് കംപ്ലീറ്റ് ലെവൽ ചെയ്ത് ടൈൽ ചെയ്ത് വളരെ മനോഹരമാക്കി. പിന്നെ അതിനുശേഷം കുറച്ച് ഭാഗം അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഓപ്പൺ സ്റ്റേജ് വന്നപ്പോഴത്തേക്കും അത് MLAയുടെ ഫണ്ടിൽ നിന്നും കൂടി നമ്മുടെ കൗൺസിലർ അത് വാങ്ങി വളരെ മനോഹരമാക്കി ഈ ഡിവിഷൻ. ശൈലയെക്കുറിച്ച് ആർക്കും തന്നെ ഒരു പരാതിയും ഈ കാലഘട്ടത്തിലില്ല. ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു കൗൺസിലറാണ്. കൗൺസിലർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
ഇതിനെല്ലാത്തിനും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിന്നത് ഈ ഡിവിഷനിലെ ജനങ്ങളാണ്. ഈ ഡിവിഷനിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ശരിക്കും എനിക്കൊരു നല്ലൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു ആളുകളുടെ ഭാഗത്തു നിന്ന്. എന്ത് ചെയ്താലും അവരും എന്ത് കാര്യം എന്ന് പറഞ്ഞാലും നമ്മൾക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ എന്നെയും ഇവിടെയുള്ള ആളുകൾ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു രാഷ്ട്രീയവുമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഡിവിഷൻ്റെ പ്രവർത്തകർ വളരെയധികം നമ്മളോടൊപ്പം ആ പ്രവർത്തകരുടെ ഒരു സേവനം നമുക്ക് സപ്പോർട്ടുണ്ടായിരുന്നു, നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു. എ ഡി എസ് ചെയർപേഴ്സണും എ ഡി എസിൻ്റെ പ്രവർത്തകരുടെയും ഒരു സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊഴിലുറപ്പുകാരുണ്ട്. നമുക്ക് ഒരു 15ഓളം തൊഴിലുറപ്പുകാരുണ്ട്. അവരും നല്ല രീതിയിൽ ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഒരു വർക്കൊക്കെ വരുമ്പോഴത്തേക്കും ആണ് ഇതുപോലെയുള്ള കാടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെടിപ്പാക്കാനും കാണുകൾ ക്ലീൻ ചെയ്യാനും ഹെൽത്ത് പണിക്കാരെ കൂടി തന്നെ അവരുടെയും കൂടി ഒരു സപ്പോർട്ട് നമുക്ക് വന്നു. അതുപോലെ ഹെൽത്തിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും വരുന്ന എച്ച് ഐമാരാണെങ്കിലും JHIമാരാണെങ്കിലും നല്ലൊരു സഹകരണവും സപ്പോർട്ടും നമുക്ക് തന്നു. അതുകൊണ്ട് നമുക്ക് ഡിവിഷൻ ഇപ്പം എന്ത് കാര്യം വിളിച്ചു പറഞ്ഞാലും ഹെൽത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത് നമുക്ക് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യമുക്തമാക്കാനായിട്ട് ഇവിടെ കുറേ ഭാഗങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്ന ഒരു സംവിധാനം ഹരിതകർമ്മസേന നമുക്ക് 7 പേരാണ്. ആ 7 പേരുടെ ഒരു സേവനം. പക്ഷേ എന്നാലും ഇനിയും എല്ലാവരും മാലിന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി കുറവാണ്. കാരണം ചില ഏരിയയിലൊക്കെ ഒന്നും അങ്ങനെ കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ട്. അതിനെല്ലാം നമ്മൾ ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു സഹകരണം, അവരുടെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. അവരെല്ലാം ആയിട്ട് മാലിന്യത്തെക്കുറിച്ചുള്ള ഒരു മാലിന്യം സംസ്കരിക്കുന്നതിനെക്കുറിച്ചും മാലിന്യം കൊടുക്കണം, ഹരിതകർമ്മസേന അംഗങ്ങൾ വരുമ്പോൾ മാലിന്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസോസിയേഷൻ്റെ ആളുകളും കൂടി അവരുടെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവരുടെയും കൂടി സപ്പോർട്ടോടു കൂടിയാണ് നമുക്ക് ഈ ഡിവിഷനിലെ എല്ലാ സംഘടനകളും, അതുപോലെ തന്നെ അസോസിയേഷൻ, ADS, ആശാ വർക്കർമാർ, ഡിവിഷൻ കമ്മിറ്റിയുടെ ആളുകൾ എല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഈ 5 വർഷം എല്ലാ സേവനങ്ങൾക്കും എന്നോടൊപ്പം നിന്ന എനിക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് പിന്തുണ തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.